നമസ്കാരം പ്രിയപ്പെട്ടവരെ, ചാമക്കാലം മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 2 ദിവസമായിട്ട് മമ്മൂക്കരെ അസുഖത്തിനെ പറ്റിയിട്ടായിരുന്നു വീഡിയോ ഇട്ടിരുന്നത്. പക്ഷെ ഞാൻ കുറ്റം പറഞ്ഞിട്ടൊന്നല്ല, നല്ല കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇന്നലെ ലാലേട്ടൻ ശബരിമലയിൽ പോയി വഴിപാട് കഴിച്ചതിനെ കുറിച്ചും ഒരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ ഇന്നതൊന്നല്ല, ഇന്ന് നമ്മളുടെ പഴയ സ്ഥലത്തേക്ക് തന്നെ വന്നിരിക്കുക. കാരണം ഇവിടെയൊക്കെ നൊയമ്പ് ഇപ്പോൾ തീരാനായി. നൊയമ്പ് തീരാനായിട്ട് ഇനി എത്ര ദിവസമുണ്ട് ബാക്കി? കൂടി വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 19, കൂടി വന്ന 10-11 ദിവസമുള്ളൂ ഇനി പെരുന്നാളിന് ബാക്കി. അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെ തിരക്കിലൊക്കെയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള ദിവസങ്ങളൊക്കെ നല്ല തിരക്കിലായിരിക്കും എല്ലാവരും. അപ്പോൾ ഞാനിന്ന് വെറുതെ സൂക്കി കൂടെ നടന്നു വരുമ്പോൾ അവിടെയൊക്കെ വളരെ ശൂന്യമായിട്ട് കിടക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ല. ഇനി വൈകുന്നേരമായി കഴിയുമ്പോൾ ആ ഭാഗത്തുള്ളത് ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ വളരെ ശൂന്യമായിട്ട് കിടക്കുകയാണ് അവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചിട്ടേക്കുക എല്ലാ കടകളും. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ആരുമില്ല. അപ്പോൾ ആ ശൂന്യമായി കിടക്കുന്ന വീഡിയോ, അതുപോലെ തന്നെ വൈകുന്നേരത്തെ അതേ സെയിം ഏരിയയിൽ വൈകുന്നേരമുള്ള ആ കാഴ്ച, ഇത് രണ്ടും കൂടിയിട്ടൊന്ന് കണ്ടു നോക്ക് എന്താണെന്ന് അവിടുത്തെ അവസ്ഥ. പക്ഷേ പെരുന്നാളിൻ്റെ ഒക്കെ തലേ ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ തിരക്കായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സമയത്തൊന്നും അടുക്കാൻ പറ്റില്ല. എന്തായാലും അന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾ കാണാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ. അതിൻ്റെ അപ്പുറത്തൊരു ലേഡീസ് സൂക്കുണ്ട്. അവിടെ ഞാൻ വീഡിയോ എടുക്കാതെ ഇപ്പോൾ അവിടെ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് എടുക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ നമുക്ക് കാണാൻ ഉള്ള. അപ്പോൾ ഞാൻ പെരുന്നാൾ കഴിഞ്ഞാൽ നിങ്ങൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കാഴ്ചകളും നിങ്ങളെ കാണിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സൂക്കൊന്ന് കണ്ടു നോക്ക്. സൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടുത്തെ മാർക്കറ്റ്, ഇവിടെ അറബിയിൽ പറയുമ്പോൾ സൂക്ക് എന്ന് പറയും. അപ്പോൾ ഇത് തുണികളും മറ്റുള്ളതൊക്കെ വിൽക്കണതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ. തുണികളാണ് മെയിൻ. ഇവരിടുന്ന ഈ തോപ്പിൻ്റെ തുണികളുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഈ മാർക്കറ്റൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് രാത്രി കാഴ്ചയും ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ രണ്ടും കൂടി ഒന്ന് കണ്ടു നോക്ക്. കണ്ടോ? നൊയമ്പ് കാരണം എല്ലാ കടകളും അടച്ചിട്ടിരിക്കുന്നു. ഇതിവിടുത്തെ ഒരു വലിയ സൂക്കാണത്. എന്താ, എല്ലാ കടകളും അടഞ്ഞെടുക്കുക. ഇനി വൈകുന്നേരം കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഒറ്റ കടയില്ല, കണ്ടില്ലേ? എല്ലാം അടഞ്ഞെടുക്കുക. എല്ലാം കണ്ട, എല്ലാം അടഞ്ഞെടുക്കുക. ഒറ്റ കട പോലും തുറന്നിട്ടില്ല. ഇത് മൊത്തം ഈ തുണികൾ വിൽക്കുന്ന ഏരിയയാണ്. റിയാദിൽ അൽഖർജിൽ തുണികൾ വിൽക്കുന്ന ഏരിയയാണിത്. അറബികളുടെ എന്ത് വലിയ സൂക്കാന്ന് നോക്കി. ഇവിടെ വരെ ഉണ്ട്. ഇവിടെ അതെ, റോട്ടിലത് വണ്ടികളും കുറവാ. വണ്ടികൾ തീരില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായി. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോഴത്തെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ
അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കുറ്റവും കുറവൊക്കെ ഞാൻ അതിൽ കൂടി നികത്തി നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ തുടക്കമായതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഡ്യൂട്ടി ഭയങ്കര തിരക്കിലാണ്, അതിന് തീരെ സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തൊക്കെ പോയി നല്ല നല്ല വീഡിയോസ് ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.